തിരക്കല്ലെങ്കിൽ അല്പം കൂടെ തുടരണമെന്ന് ഞാൻ കരുതുന്നു. ചാണ്ടി ഉമ്മൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. MLA ചാണ്ടി ഉമ്മൻ ചേരുന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ, താങ്കളുടെ ഫേസ്ബുക്കിലുള്ള ആ പ്രതികരണം കേട്ടു. താങ്കളുടെ പിതാവിൻ്റെ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെയാണ് താങ്കൾ ഇപ്പോൾ ഈ വാക്സിൻ വാർത്തയുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രതികരിച്ചത്. പൊതുവിൽ താങ്കൾ നടത്തിയ പ്രതികരണം ഒരു വാക്സിൻ വിരുദ്ധ പ്രചരണമായി മാറുകയല്ലേ? താങ്കൾ അത് ശ്രദ്ധിച്ചില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും എടുക്കാമെന്നൊരു സംശയം ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു സംശയം നമ്മുടെ എല്ലാം മനസ്സിലുള്ളതുകൊണ്ടാണ് എന്റെ പിതാവിന് കൊടുക്കാതിരുന്നത്. അപ്പം അതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്റെ പിതാവിനെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു മറുപടി ഇന്ന് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ അതായത് എല്ലാ വാക്സിനൊന്നും ഞാൻ എതിരല്ല. അതേസമയം കൊടുക്കേണ്ട എല്ലാ വാക്സിനും കൊടുക്കുകയും വേണം, ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം. പക്ഷെ എല്ലാ പ്രായക്കാർക്കും അത് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അപ്പൊ സംശയം വരുമ്പോൾ ഒരു കുടുംബം എന്ത് ചെയ്യും? സംശയത്തിനനുസരിച്ച് ചിലപ്പോൾ ആളുടെ സേഫ്റ്റി നോക്കി ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വരും. അപ്പൊ അതിനെ വക്രീകരിച്ചുകൊണ്ട് വേറൊരു തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിനെയാണ് ഞാൻ എതിർത്തത്. അല്ലാതെ വാക്സിനെ മൊത്തത്തിൽ എതിർക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, അത് കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനത്തെ വേറെ തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ കാര്യം. കാരണം എന്റെ പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്, വാക്സിൻ കൊടുക്കാതെ ശ്രമിച്ചു എന്നും അതേപോലെ മരുന്ന് കൊടുക്കാതെ ശ്രമിച്ചു എന്നൊക്കെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് മറുപടി കൊടുത്തതേ ഉള്ളൂ. ചാണ്ടി ഉമ്മൻ, ഒരു കാര്യം കൂടി, അന്ന് നിങ്ങൾ കുടുംബത്തോടെ വാക്സിൻ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ചികിത്സ എന്നത് എല്ലാവരുടെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിദഗ്ധ ഉപദേശം തേടി നടത്തേണ്ടതുമാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കുടുംബത്തോടെ വാക്സിൻ വേണ്ട എന്ന് തീരുമാനിച്ചത്? വാക്സിൻ സംബന്ധിച്ച ആശങ്കകൾ ഞങ്ങളുടെ വ്യക്തിപരമായി ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് സമയം പെട്ടെന്നുണ്ടായിരുന്ന ഒരു വാക്സിനെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ആയുർവേദവും അലോപ്പതിയും എല്ലാ മെഡിസിൻസും നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മൾ ആക്ഷേപിക്കുകയോ ഒന്നുമല്ല. പക്ഷെ ഇതിനെ വക്രീകരിച്ചു കൊണ്ടുവരാൻ ഇപ്പോഴും ശ്രമിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായത് അദ്ദേഹത്തെ കൊല്ലുവാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിനൊരു മറുപടി ഞാൻ കൊടുക്കുകയാണ്. അതിന് അവര് ക്ഷമ ചോദിക്കണം എന്നോട്. കാരണം എന്റെ കുടുംബത്തോട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ വേറെ തലത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിനാണ് ഞാൻ മറുപടി. അല്ലാതെ ഈ വാക്സിനെ ഞാൻ അടച്ചാക്ഷേപിക്കുകയോ ഒന്നും അല്ല ചെയ്തത്. ഞങ്ങൾ തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണ്. ഈ കോവിഡ് വാക്സിൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ മാത്രമേ അന്നൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ. മറ്റു വാക്സിൻ ഉപയോഗത്തിലൊന്നും നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല അല്ലേ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തായാലും ചാണ്ടി ഉമ്മൻ നിലപാട് വ്യക്തമാക്കിയാണ്. ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടായപ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്തത്. അതിനപ്പുറത്തേക്ക് വാക്സിൻ വിരുദ്ധനല്ല താൻ എന്നതാണ് ചാണ്ടി ഉമ്മൻ നിലപാട് വ്യക്തമാക്കുന്നത്. ഡോക്ടർ ശ്രീജിത്ത്, അങ്ങ്